ഹിപ്നോട്ടിസം, ഹിപ്നോസിസ് ഈ വാക്കുകൾ ഇപ്പോഴും സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണയും ഭീതിയും ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ടെപ്പോഴോ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്ന സമയത്ത് ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ കൂടെ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ഹോമിയോ ഡോക്ടർ പെട്ടെന്ന് എന്റെ കണ്ണുകളിൽ നിന്ന് ഭയത്തോടെ നോട്ടം മാറ്റിയത് ഓർക്കുന്നു. ശരിക്കും വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇപ്പോഴും ഹിപ്നോസിസിനെ ഒരുപാട് തെറ്റിദ്ധാരണയോടെയാണ് നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ പണ്ട് കാലങ്ങളിൽ കണ്ട സ്റ്റേജ് ഷോകളോ ആ പ്രകടനങ്ങൾ നടത്തിയവർ സൃഷ്ടിച്ച നിഗൂഢതകളോ ഒക്കെ ആവാം അതിന് കാരണം. ശരിക്കും നാം ഓരോരുത്തരും എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഹിപ്നോസിസ് എന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഗാഢമായ നിദ്രയിലേക്ക് പോകുന്നതിന് തൊട്ടുമുൻപും ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായ ഉണർവിലേക്ക് വരുന്നതിന് തൊട്ടുമുൻപും മറ്റെല്ലാം മറന്ന് നമ്മൾ ദിവാസ്വപ്നങ്ങളിൽ മുഴുകാറില്ലേ? എന്തിന് പ്രണയിക്കുന്ന നിമിഷങ്ങളിൽ പോലും നമ്മൾ കടന്നു പോകുന്നത് ഒരുതരം ഹിപ്നോസിസിലൂടെയാണ്. ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കാം. ശരിക്കും ഈ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത് വളരെ സന്തോഷകരമായ അവസ്ഥയിലൂടെയാണ്. ശാസ്ത്രം ഈ നിമിഷങ്ങളെ സുവർണ നിമിഷങ്ങൾ, ഗോൾഡൻ ഹവർ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയുമോ? ഈ സമയത്ത് മനസ്സിന്റെ ഇച്ഛാശക്തി ഏറ്റവും പാരമ്യത്തിൽ എത്തുന്നു. ആ സമയത്ത് നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്ന ശക്തമായ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ സംഭവിക്കാൻ ഉള്ള സാധ്യത 100% തന്നെയാണ്. അപ്പോ ആൺ പെൺ വ്യത്യാസമില്ലാതെ, വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചല്ലാതെ, കുട്ടിയെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വാഭാവികമായി ഹിപ്നോസിസ് എന്ന പ്രക്രിയയിലൂടെ എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്വാഭാവികമായി അല്ലാതെ നാം ആഗ്രഹിക്കുന്ന സമയത്ത് ഈ അവസ്ഥ സൃഷ്ടിച്ച് നമ്മുടെ മനസ്സിന്റെ ശക്തിയെ ഉണർത്താൻ നമുക്ക് കഴിഞ്ഞാലോ? അവിടെയാണ് ഹിപ്നോട്ടിസം ശാസ്ത്രീയമായി പഠിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത. ഹിപ്നോട്ടിസം പഠിക്കുകയും സ്ഥിരമായി പരിശീലിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ കൈപ്പിടിയിലൊതുക്കാൻ നമുക്ക് സാധിക്കും. അതുവഴി നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കാനും ചിന്തയിലൂടെ നമുക്ക് ആവശ്യമുള്ളത് സൃഷ്ടിച്ചെടുക്കാനും ഹിപ്നോട്ടിക് നിദ്ര നമ്മളെ സഹായിക്കും. ആളുകൾ ജീവിത വിജയത്തിനായി ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനങ്ങൾ ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ അതിനായി ഉപയോഗിക്കുന്ന അഫർമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള ടൂൾ ഹിപ്നോട്ടിക് നിദ്രയാണ്. ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിപ്പിക്കുന്നവർ ഉറങ്ങുന്നതിന് തൊട്ടുമുൻപും ഉണർന്ന ഉടനെയും ചെയ്യാനായി പല കാര്യങ്ങളും പറയാറുണ്ട്. ശരിക്കും ഇവിടെയും ഉപയോഗപ്പെടുത്തുന്നത് ഹിപ്നോസിസിന്റെ സാധ്യതകൾ തന്നെയാണ്. ഹിപ്നോട്ടിസം പഠിച്ചവർക്ക് കണ്ണുകളിൽ നോക്കി മനസ്സിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിയും എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇത് ഒരു മണ്ടൻ ധാരണയാണ്. നമ്മുടെ സമ്മതം ഇല്ലാതെ നമ്മളെ ആർക്കും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇനി എനിക്ക് അധികം വിദ്യാഭ്യാസവും ലോകപരിചയവുമൊന്നുമില്ല, ഞാൻ ഇതെങ്ങനെ പഠിക്കാനാണ് എന്ന് ചിന്തിക്കുന്നവരോട്, നമ്മൾ ജനിച്ച അന്നു മുതൽ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം അറിഞ്ഞു ചെയ്യാൻ പഠിക്കുന്നു എന്നത് മാത്രമാണ് ഇതിലെ സാങ്കേതികത. ഇനി ഇത് ഞാൻ പഠിച്ചിട്ട് എന്തിനാണ് എന്നാണ് ചിന്ത എങ്കിൽ, കുറച്ചുകൂടി സന്തോഷത്തോടെ ജീവിക്കാൻ, മക്കളോട് കുറച്ചുകൂടി ശാന്തമായും സമചിത്തതയോടെയും പെരുമാറാൻ, ജീവിത പങ്കാളിയോട് അവരെ അറിഞ്ഞു പെരുമാറാൻ, ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറെ കൂടി ആത്മവിശ്വാസത്തോടെ ഒരു നേർത്ത പുഞ്ചിരിയോടെ നേരിടാൻ. ഇച്ഛാശക്തി വർദ്ധിപ്പിച്ചു. ഇതെന്റെ സ്വപ്നമാണ്, ഇത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ. നിങ്ങൾ ഇത് പഠിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൗമാരം മുതൽ തന്നെ ഇത് ശീലിക്കട്ടെ. ജീവിതം പൂത്തു വിടട്ടെ. നിങ്ങൾ ഹിപ്നോട്ടിസം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 77362986 എന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഈ വിധത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. നന്ദി.